അല്ല, നീ ഉറങ്ങിയില്ലേ? ഉറങ്ങിയ ആൾ ഇങ്ങനെ നിന്ന് തുണി മടക്കോ? മക്കൾ ഉറങ്ങിയോ? നിങ്ങൾ ഉറങ്ങിയ ആൾക്കാരുടെ സെൻസസ് എടുക്കാൻ ഇറങ്ങിയതാ ഈ നട്ടപ്പാതിരിക്ക്? ചോദിച്ചു പോയതല്ലേ പൊന്നാരെ. മക്കൾക്ക് ലോകകാര്യങ്ങളൊന്നും നോക്കാനില്ലല്ലോ. അച്ഛനെ നോക്കിയിരുന്നു, മടുത്തപ്പോ ഉറങ്ങി. കോഴിക്കോട്ടങ്ങാടിയിൽ ഇന്ന് രാവിലെ എത്തിയെന്നാണല്ലോ അറിവ്. എന്തൊക്കെ കഴിഞ്ഞിട്ടാണാവോ ഈ എഴുന്നള്ളത്ത്? അതെ, താനൂർക്ക് ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയിന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ ചക്ക മാവില കായ്ക്കുന്നു. മാവിലുണ്ടായ ചക്ക തിന്നാൻ പറ്റുമെന്ന് മാവിലായി ചെന്ന് കാർന്നോമാരോട് ചോദിച്ചപ്പോ കാർന്നോമാര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ. അപ്പോട്ട് അങ്ങോട്ട് പോന്നു വന്നൂലോ. ഇന്ന് കുറച്ച് ചക്ക തിന്നും. അകത്തൊരു മാവിലായിക്കാരൻ കാരണവരെ കാത്തിരിക്കുന്നുണ്ട്. സുപ്രീം കോടതി കോപിച്ചിട്ടാ? നീയും കൂടെ വാ, ജാമ്യം എടുക്കാൻ ഒരാളുള്ള നല്ലതാ. ഞാൻ ഈ നാട്ടുകാരത്തി അല്ലേ? മാവിലായിക്കാരി? അതെ. നിക്ക, കണ്ണടച്ച് കിടക്കുന്നതാ സന്തോഷം. കണ്ണിൽ പെടാതെ പോകാലോ അല്ലേ? അപ്പൊ കണ്ണടയുന്നതാ ഇഷ്ടം. അതെ, ടൗണിൽ വന്ന് ഇറങ്ങിയപ്പോ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളാ. പൂരത്തിനൊടുവിലാ വെടിക്കെട്ട്. അതൊരു ചടങ്ങ, കാര്യമുള്ള കാര്യമൊന്നുമല്ല, ഒരു രസത്തിന് എന്ന പോലെ ഉള്ളൂ അച്ഛൻ. എല്ലാം കഴിഞ്ഞിട്ട് ഒടുവില് രസത്തിനൊരു കാണല് അല്ലടോ. അച്ഛനൊന്ന് എണീറ്റിരിക്കണം. എന്തിനാ? എന്റെ നടുമോന്ത് നോക്കി 2 പൊട്ടിക്കാൻ. അല്ല, അതാ ഈ ചങ്കു കുത്തിക്കീർന്ന വർത്തമാനത്തെക്കാളും നല്ലതേ. അല്ലടോ, എനിക്കൊരു സംശയം. ഈ രാത്രിയിലോ? അല്ലാതെ പകല് സംശയിക്കാൻ നിന്നെ കിട്ടിയിട്ട് വേണ്ടേ? സംശയം എന്താന്ന് പറഞ്ഞില്ല. നിനക്ക് ഉത്തരവാദിത്വം കൂടി കൂടി ഒരു അന്തം കിട്ടാതാവുന്നുണ്ടോ? വല്ലതും കഴിച്ചോ? അല്ല, ഇന്ന് രാത്രി അച്ഛന്റെ ഭക്ഷണം ഞാനാണോന്ന് അറിയാനാ. എടോ, ഞാൻ കാര്യായിട്ട് പറയാ. ഇനിയെങ്കിലും നീ നിന്റെ ഈ നാട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. അതൊക്കെ ഏൽപ്പിക്കാൻ 100 ആളുണ്ടല്ലോ നമുക്ക്. അതായത് ഞാൻ വിളിച്ച വിളിയേക്കുന്ന സ്ഥലത്ത് ഉണ്ടാവണം നീ, അത്ര തന്നെ. ചെന്ന് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. നിറഞ്ഞല്ലോ. പോടാ. ഇന്നെന്താണാവോ എം ഡിയുടെ മൂഡ്? കടിയും കൊരയുമാണോ അതോ കളിയും ചിരിയുമാണോ? ദൈവത്തിനറിയാം. 6 ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നതിന്റെ ക്രോസ് വിസ്താരം ഉറപ്പാ. എന്തൊക്കെ കുഴപ്പങ്ങളാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊന്ന് പരിശോധിക്കുന്ന എല്ലാവർക്കും നല്ലതാ. എനിക്ക് വടി വിഴുങ്ങിയ പോലെ നിൽക്കാതെ എന്തെങ്കിലും ജോലി പോയി ചെയ്യന്റെ മാഷേ പോ. ആരാ ഇയാള്? ആരാണാ? നിന്റെ മോനെ സ്കൂളിൽ ചേർത്തോ? ചേർത്തോ? പോട്ടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. അല്ല, ആ സൂപ്പർവൈസർ മുരുകനെ ഒന്ന് വിളിക്കേ. മുരുകൻ ഒന്നിങ്ങോട്ട് വരിക. എന്തേ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? നോക്കാൻ പാടില്ലേ? അല്ല, രാവിലെ അച്ഛന്റെ വക ഒരു നോട്ടം കഴിഞ്ഞതാ. കുറച്ചു ദിവസമായില്ലേ കണ്ടിട്ട്, മേലിഞ്ഞു പോയി നോക്കിയതാ. അത്രേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. ആ, എങ്ങനെയുണ്ട് ബസ് സർവീസ് ഒക്കെ? നടക്കുന്നു. നമ്മുടെ ബസ്സൊക്കെ നടക്കാണോ? ഓടുന്നില്ലേ? ഉണ്ട്. ഇല്ല, ഈ ഒരാഴ്ചന്റെ ഇടയിൽ എത്ര ട്രിപ്പുകളാ മുടങ്ങിയത്? പാലക്കാട്, വയനാട്, നിലമ്പൂര് ഒന്നും ഓടിയിട്ടില്ല. വണ്ടികൾ ഏറെയും കട്ടപ്പുറത്താ. ഇല്ലേ മുരുക? അത് സ്പെയർ പാർട്സ് എത്താൻ വൈകിയതിനെ കൊണ്ട്. കാരണങ്ങൾ ഉണ്ടാവും. സാമി അറിഞ്ഞിരുന്നില്ലേ? ഇല്ല. എന്നാ മംഗലാപുരത്തിരുന്ന ഞാൻ അറിഞ്ഞു. മുരുക, ഇത് എന്റെ അമ്മയ്ക്ക് പറയിപ്പിക്കുന്ന അനാസ്ഥയാ, മനസ്സിലായോ? അത് എന്ത് കുതേ? കളക്ഷൻ ഉണ്ടാക്കല് മാത്രമല്ല ബസ് സർവീസ്. എന്താ സ്വാമി സർവീസിന്റെ മലയാളം? സേവനം. എന്നാ അങ്ങനെ ഒന്നുകൂടെ ഉണ്ടേ. മറ്റു വാഹനങ്ങളില്ലാത്ത വയനാട്, നിലമ്പൂർ ഭാഗത്ത് ഉള്ളോട്ടൊക്കെ സാധു മനുഷ്യന്മാര് ലീല ബസ് കാത്തു നിൽക്കും. ലീല വരാത്തോണ്ട് പണി മുടങ്ങി, ലീല വരാത്തോണ്ട് ആശുപത്രി പോയില്ല, ലീല വരാത്ത ചതിയായി പോയി എന്നൊക്കെ പാവങ്ങൾ പറയും. ഈ ലീല ലീല എന്ന് പറയുന്നത് എന്റെ അമ്മന്റെ പേരാണല്ലോ, ആണോ? അപ്പൊ ചുരുക്കത്തില് നാട്ടുകാരെ കൊണ്ട് എന്റെ അമ്മയ്ക്ക് പറയിപ്പിക്കില്ല നിങ്ങൾ ഈ ചെയ്യുന്നത്. ഞാനങ്ങോട്ട് വർക്ക്ഷോപ്പിലേക്ക് വരണ്ട്. മുരുകൻ ചെല്ല്. സാമേ. സാമിയുടെ പേര് ഗണപതി എന്നല്ലേ? അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ അങ്ങനെയാ വിളിച്ചത്. എന്തേ മാറ്റണോ? അല്ല, മുരുകനോട് പോകാൻ പറഞ്ഞപ്പോ ഗണപതി പോകുന്നത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചാ. ഗണപതിയും മുരുകനും സഹോദര ദൈവങ്ങളാണല്ലോ, അതുകൊണ്ട് അറിയാതെ പോയി. ഇനിയിപ്പോ അറിഞ്ഞോണ്ട് പോയാ മതി.
മോളെ ഇന്നെന്താ പ്രശ്നം? ഇനി ഈ മനുഷ്യന്റെ കൂടെ എന്നെ കൊണ്ട് വയ്യ. ഈശ്വര, കാര്യങ്ങൾ അത്ര എത്തിയോ? കീരിക്ക് പുറകെ ചെങ്കീരി എന്ന് പറഞ്ഞ പോലെ താനും ഇങ്ങെത്തിയോ? അല്ല ചിത്രഭാനു, അഡ്വക്കേറ്റ് ചിത്രഭാനു. അഡ്വക്കേറ്റ് ചിത്രഭാനു. അറിയാത്തോണ്ട് ചോദിക്കുക. അറിയാത്തതല്ലേ ചോദിക്കൂ. പോയിന്റ്. ഇപ്രാവശ്യം ആരെയാ സംശയിച്ചത്? പറയേണ്ട അടുത്ത് ഞാൻ പറഞ്ഞോളാം. താൻ ടൂറിസ്റ്റ് ടാക്സിക്ക് കാശ് കൊടുക്കൂ. കമോൺ ഗണപതി എത്തി. എന്താ നിങ്ങളുടെ പുതിയ പ്രശ്നം? എത്തി. വിളിച്ചോ? വിളിച്ചുപോയി. ഇവരുടെ കാര്യത്തിൽ ദൈവത്തിന് വിളിക്കുന്നതിനേക്കാളും നല്ലത് തന്നെ വിളിക്കുന്നതാണല്ലോ. അതെന്താ അത്? ഈ ചിത്രഭാനുവിന് ഇത്തിരി ബുദ്ധി നൽകാൻ വിഘ്നേശ്വരന് മനസ്സുകൊണ്ടൊരു തേങ്ങ അടിച്ചതാ. നടക്കാത്ത കാര്യത്തിന് വെറുതെ ഇങ്ങനെ ഉടച്ചു തീർക്കണോ തേങ്ങ? എന്റെ മക്കള് ഞാനും. നിന്നെ നിന്റെ മക്കളെ കണ്ട് എനിക്ക് അറിഞ്ഞൂടെ? ഒന്നിക്കറിയാ അല്ലെ പറയാ? എന്നെ സംശയ, തിരിഞ്ഞാലും മറിഞ്ഞാലും സംശയ. ഏട്ടനറിയോ, വീട്ടില് പാലും കൊണ്ടൊരാൾക്ക് വന്നൂടാ, പച്ചക്കറി കൊണ്ടൊരാൾക്ക് വന്നൂടാ, പത്രം കൊണ്ടൊരാൾക്ക് വന്നൂടാ. എന്നെ സംശയിച്ച് വീട്ടിലിരിക്കാം, ഒരു പണിക്ക് പോവില്ല. ഇവളെങ്ങനെ സംശയിക്കുന്നു എനിക്ക് സംശയമില്ലാതില്ല. പക്ഷെ കാര്യം അതല്ല. ഒന്നിങ്ങോട്ട് മാറാമോ? സോറി സോറി സോറി. പട്ടാപ്പകല് പിടിച്ചു പറയും കൊലയും നടക്കുന്ന കാല. വിവിധ രൂപത്തിലും ഭാവത്തിലും സെയിൽസ്മാൻമാരായിട്ടും മറ്റു വേഷങ്ങളും വീട്ടിൽ വരുന്നവരെ ഉത്തരവാദിത്തമുള്ള ഒരു ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് അതാരാ വന്നതെന്ന് ചോദിച്ചു പോയി. ഉടനെ അവള് ധരിച്ച് അവളെ സംശയിച്ചിട്ടാണെന്ന്. പിന്നെ മക്കളെ കൂട്ടി കാറും എടുത്ത് ഒറ്റ പോക്കാ. അപ്പൂപ്പ ഇന്ന് ഇവിടെ വെച്ച് പിരിയുന്ന അവിടെ വെച്ച് അച്ഛനും അമ്മയും വാക്ക് പറഞ്ഞത്. എന്നിട്ട് പിരിഞ്ഞു അപ്പൂപ്പ? പിരിച്ചില്ല, ഒന്ന് ഒടിക്കാൻ തീരുമാനിച്ചു ഞാൻ. എന്നാ പെട്ടെന്ന് ഒടിക്കാന്ന്. ഇവൻ വീട്ടിലും അങ്ങനെയാ, തമാശക്കാരനാ എന്നെ പോലെ. പെങ്ങളെ, ഏതെങ്കിലും ഒരു മുറിയുടെ ചാവി ഒന്ന് തരുമോ? ഏതെങ്കിലും ഒരു മുറിയുടെ ചാവിയോ? എന്താ ഹോട്ടലാ? അളിയനും രാധയ്ക്കവിടെ തന്നെ ഈ വീട്ടിലൊരു മുറിയില്ലേ? വിവാഹമോചനത്തിന്റെ വക്കീലെത്തി നിൽക്കുന്ന ഭർത്താവിന് ഭാര്യ വീട്ടിൽ എവിടെയാണ് അറിയാൻ മുറി? എങ്കിലും ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടം എന്നുടെ ആരാമത്തിൽ എന്ന ബാബുരാജ് ഈണം നൽകിയ ഒരു പാട്ടില്ലേ? അത് പിരിയുന്നതിന് മുമ്പ് ഭാര്യയെ ഞാൻ പാടി കേൾപ്പിക്കും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സാമിക്കും കേൾക്കാം. എനിക്ക് വിശന്നിട്ട് പാടില്ല. അളിയനോ ഇങ്ങനെ ഒരുത്തൻ. നിനക്കെങ്കിലും ഒരു പൊടിക്കൊന്ന് വിട്ടുകൊടുത്തൂടെ? തന്തയും തള്ളയും ഇങ്ങനെ സംശയിച്ചും തമ്മിത്തല്ലിയും കഴിയണ വീട്ടിൽ വളർന്ന കുട്ടികളെ ചീത്താവൻ എളുപ്പാ. അത് മറക്കണ്ട. കൊഴുത് അവൻ പറഞ്ഞത് കേട്ടില്ലേ? ചെല്ലേ നിക്ക്. എന്നും താൻ എനിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരൊറ്റ കാര്യത്തിൽ തന്റെ കണക്ക് തെറ്റി. അഡ്വക്കേറ്റ് കുഞ്ഞികൃഷ്ണമേനോന്റെ അനന്തരവനാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് താൻ ഒരുത്തും കാരണമല്ലടോ എന്റെ മോളെ ഞാൻ ആ വിട്ടിക്ക് കെട്ടിച്ചു കൊടുത്തു. ചക്കയാവുമ്പോ ചൂഴ്ന്നു നോക്കാം, പക്കിയിലാവുമ്പോഴോ? അതൊരു പോയിന്റാ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അല്ല, എല്ലാം കഴിഞ്ഞിട്ട് എന്റെ പുറകീന്ന് ആക്കിയൊരു ഇളി ഉണ്ടല്ലോ, അതുണ്ടോന്ന് നോക്കിയതാ. ചിത്രഭാനു കോടതി പോവാതെ വീട്ടിൽ തന്നെ കുത്തിരിക്കുന്നതുകൊണ്ടാ ഈ പ്രശ്നങ്ങളൊക്കെ. വക്കീൽ പണിയാ, അത് കള്ളപ്പണിയല്ലേ? അതിന് അഡ്വക്കേറ്റ് ചിത്രഭാനെ കിട്ടൂല. ഓഹോ. അളിയനറിയോ, ഒരു 3-3.25 വയസ്സിൽ തൊട്ടിലിൽ കിടന്ന് നീതി ന്യായമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഉറക്കെ കരഞ്ഞിരുന്നതായി എന്റെ അമ്മ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വക്കീൽ കുപ്പായമിട്ട് ഞാൻ കോടതിയിൽ പോയ ആദ്യ നാളിൽ തന്നെ ഞെട്ടിപ്പിക്കുന്നൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. എന്താ? ഒരേ നിയമപുസ്തകത്തിൽ നിന്നും പഠിച്ച ന്യായവാദങ്ങൾ നിരത്തിയാണ് കട്ടവന് വേണ്ടി ഒരു വക്കീലും കളവ് പോയവനും വേണ്ടി മറ്റൊരു വക്കീലും വാദിക്കുന്നത്. ഇതെന്ത് ന്യായമാണ്? ഇതിലെവിടെ നീതി? ശരിയാ, ഇഷ്ടമില്ലാത്ത ഒരു പണിക്കും എന്റെ അളിയൻ പോയി പോരും. അല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. ഒന്നവിടെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ടൂറിസം തെരഞ്ഞെടുത്തത്. ടൂറിസം? ഇനിയിപ്പോ അതുകൊണ്ടോ? അതെ, വൈത്തിരിയിൽ 100 ഏക്കർ സ്ഥലത്ത് റിസോർട്ട്സ്. വിദേശ ടൂറിസ്റ്റുകളാണ് എന്റെ ഇരകൾ. ആദിവാസികളെ കാഴ്ച വസ്തുക്കളായി നിരത്തും. കഥകളി, കൂടിയാട്ടം തുടങ്ങിയ നമ്മുടെ അനുഷ്ഠാന കലാരൂപങ്ങളെ വലിയ വലിയ മരക്കൊമ്പുകളിൽ ഊഞ്ഞാല് കെട്ടി സിനിമാ പാട്ടുകളിൽ കാണുന്നത് പോലെ ആട്ടിക്കൊണ്ടിരിക്കും സ്ലോ മോഷനിൽ. അളിയ, വെറും 2 കോടി അത് അപ്പോളിയൻ മുടക്കി തരിക. ഭാവിയിൽ ഞാനത് മടക്കിത്തരാം. അളിയ, ഭാവി ഉണ്ടായിട്ട് വേണ്ടേ ഞാൻ മുടക്കിയത് അളിയൻ മടക്കിത്തരാൻ? അതുകൊണ്ട് ഞാൻ ഈ പരിപാടി മൊത്തമായിട്ട് അങ്ങ് മുടക്കിയിരിക്കുന്നു. അളിയ മുടക്കരുത്. അളിയനൊരു നിഷ്കളങ്കനാ. Correct. ബിസിനസ് ഒന്നും കൊണ്ടു നടക്കാനാവില്ല. നമുക്ക് ആവശ്യത്തിന് ബിസിനസ് ഉണ്ടല്ലോ, അത് മതി. ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. അതെ അളിയ, അളിയന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ തരുമോ?
എന്തിനത്? കണ്ടോണ്ടിരിക്കാനാ, എനിക്ക് പണിയൊന്നുമില്ലല്ലോ. ആ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യ്. എനിക്കൊരു മുടക്കൂല്ല, അളിയനൊരു പണിയുമായി അല്ലട്ടെ. അർത്ഥ കൈക്ക് ഉപ്പ് വെക്കാത്തൊരു അപ്പുകളിയൻ. 10-15 യതീമായ പെൺകുട്ടികളുടെ കല്യാണക്കാരിയാ. അതിലേക്ക് അപ്പുവിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും. അപ്പുവിന്റെ കണക്കിൽ എന്താ വേണ്ടെന്നുള്ളത് കോയൊക്കെ തീരുമാനിക്കാം. കഴിഞ്ഞ ആഴ്ച താമരശ്ശേരിയില് അച്ഛന്മാരുടെ വക സമൂഹ വിവാഹം ഉറുപ്പിക 50,000 അപ്പൂന്റെ വക കണക്കില്. ചെയ്തതും കൊടുത്തതും ഒന്നും കൊട്ടിപ്പാടല്ലേ സ്വാമി. ആര് കൊടുക്കുന്നു എന്നല്ല, എന്തിനു കൊടുക്കുന്നു എന്നതല്ലേ കാര്യം. പെൺകുട്ടികളുടെ കല്യാണല്ലേ, നടന്നു പോട്ടെ. 50,000 റുപ്യ മതിയോ? മതി, ഈ നല്ല മനസ്സ് മതി. നിനക്ക് ഏത് നടുക്കാടില്ല. ദൈവം കാവലുണ്ടാവും എല്ലാവർക്കും. ഇറങ്ങട്ടാ പോട്ടോ. ഒരു 50,000 റുപ്യന്റെ കണക്കിൽ വെച്ച്. വിഘ്നേശ്വരന്റെ മനസ്സുകൊണ്ടൊരു തേങ്ങ ഉടച്ചതാ. തേങ്ങയ്ക്ക് എന്താ മൂപ്പ് പോരെ? എന്തേ? അല്ല, ശബ്ദത്തിനൊരു വ്യത്യാസം. മതിയോ? മതി മതി. എന്റെ കണക്കില് എന്ന് പറഞ്ഞ കണക്ക് ഏറി വരുന്നുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പോ ഒരാൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരും. അങ്ങനെ മുമ്പിൽ ഞാൻ കണക്ക് പറയേണ്ടതാ. അല്ല, അനിയ മൂപ്പർ എന്നാ എത്താ? പഠിപ്പും കഴിഞ്ഞു, പരീക്ഷയും കഴിഞ്ഞു, നല്ല 1ാം ക്ലാസ് ആയിട്ട് പാസ്സാകുകയും ചെയ്തു. പിന്നെ ഒരു പരിചയത്തിന് വേണ്ടി കുറെ കാലം അവിടെ ഒരു വലിയ കമ്പനിയിൽ ജോലിയും ചെയ്തു. പഠിപ്പിന്റെ കാര്യത്തിൽ അവൻ ആരാ മോൻ? പഠിക്കാൻ എന്താ, അപ്പു മോശക്കാരനായിരുന്നു. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ചാലപ്പുറ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന എന്നെ നോക്കി ഇമ്പീരിയൽ ഹോട്ടലിൽ നിന്ന് മസാല ദോശ വാങ്ങി കാത്തു നോക്കി എൻ്റെ അച്ഛൻ. ഒരു ദിവസം സ്കൂൾ വിട്ട് മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു കിൻഡൽ ചാക്കം തലയിൽ തൂക്കി വീടാൻ നിൽക്കുന്ന അച്ഛനെ കണ്ടു. ഇത്തിരി പൊന്ന് ഞാൻ ചെന്ന് പിടിച്ചിട്ട് എന്താ കാര്യം? ഞാനല്ലാതെ വേറെ ആരുണ്ട് പിടിക്കാൻ? പുസ്തകം വലിച്ചെറിഞ്ഞ ഒരൊറ്റ ഓട്ട ചെന്ന് പിടിച്ചു. എന്നിട്ടും വീണുപോയി എൻ്റെ അച്ഛൻ, കൂടെ ഞാനും. അന്നെറിഞ്ഞതാ പുസ്തകം. ചെറിയൊരു ചാക്കട തലയിൽ വെച്ചു. പിന്നീട് അങ്ങോട്ട് പാളയം മാർക്കറ്റാ നമ്മുടെ സ്കൂളും കോളേജും ഒക്കെ. തോറ്റില്ലല്ലോ കൃഷ്ണട്ടാ. റാങ്കോട് കൂടിയല്ലേ മാർക്കറ്റിലെ പരീക്ഷ പാസ്സായത് അച്ഛനും മോനും. ഹലോ രാമേന്ദ്രേട്ടാ, വരി. എന്നാ പിന്നെ ഞങ്ങൾ ഓ ആയിക്കോട്ടെ. കണ്ടില്ല കേട്ടോ. ഒരു 2 കിടന്നിരൂടെ അവര്. ഡോക്ടർക്ക് എന്തെങ്കിലും അപ്പനെ കണ്ടേ മതിയാവൂന്ന്. അതെന്താ ഇപ്പൊ ഡോക്ടർമാരെ നമ്മൾ അങ്ങോട്ട് പോയില്ല കാണുക? ഞാൻ അച്ഛനെ കണ്ടിട്ടാ വരുന്നത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പു വരട്ടെ, അവനല്ലേ തീരുമാനം എടുക്കേണ്ടത്. ഒരു തമാശയും പറഞ്ഞു അച്ഛൻ. അച്ഛൻ എങ്ങനെയാ? എന്നെ അച്ഛനാക്കും, എന്നിട്ട് മൂപ്പര് മോനാവും. ഒരു വെച്ചുമാറല്. മനസ്സിലായി. അനിയന്റെ കാര്യങ്ങളൊക്കെ ഏട്ടനാ തീരുമാനിക്കുക അല്ലേ? 10-15 വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മില്. അവനെ പ്രസവിച്ച അന്ന് രാത്രി അമ്മ മരിച്ചു. പിന്നെ ഞാൻ അവനെ വളർത്തി. അവൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അവൻ എനിക്കിപ്പോഴും മോനാ. അവൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഈ കണ്ട ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായത്. ആ ഐശ്വര്യങ്ങളൊക്കെ രാമേന്ദ്രേട്ടനെ ഞാൻ വിട്ടുതരുന്നത്, അത് മറക്കണ്ട. എന്റെ മോളുടെ ഭാഗ്യം. നാളെ അവളുടെ പിറന്നാളാ. ഒന്നാ വഴിക്ക് വരണം. ക്ഷണിക്കാനും കൂടിയാ വന്നത്. അതിനെന്താ, ആയിക്കോട്ടെ. ഹരി കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിന് കുടുംബ മഹിമ നിർബന്ധ. അല്ലെങ്കിൽ നമുക്ക് ലീലാ ഗ്രൂപ്പിനാ മോശം. കുടുംബ മഹിമ വളരെ നല്ലതാ. ചിത്രഭാനുവിന് അത് ആവശ്യത്തിലേറെ ഉണ്ടല്ലോ. എന്നിട്ട് എന്തുണ്ടായി? അല്ലച്ച, ഇത് അപ്പേട്ടന്റെ കല്യാണല്ലോ. എന്തേ നീ ഇവനെ സഹിച്ചു മടുത്തോ? അതല്ല, ഹരി വന്ന് അവനും കൂടി ഇഷ്ടായിട്ട് വേണ്ട ഇതൊക്കെ തീരുമാനിക്കാൻ. അത് വലിയൊരു പോയിന്റ് അല്ലടോ എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് അച്ഛന്റെ കൂട്ടുകാരന്റെ മോൾ ഈ ഇരിക്കുന്ന പൂച്ചക്കണ്ണിയെ അച്ഛൻ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, എന്നോട് കെട്ടാൻ പറഞ്ഞു. ഞാൻ കെട്ടി. എന്നിട്ട് എന്താ ഉണ്ടായേ? വല്ല കുഴപ്പമുണ്ടായോ? കുഴപ്പമുണ്ടാക്കാനാടോ പെണ്ണ് കിട്ടുന്നത്? എന്റെ മോൻ ഹരി എന്താ കഴിക്കേണ്ടത്, എന്താ ഉടുക്കേണ്ടത്, എവിടെയാ പഠിക്കേണ്ടതെന്നൊക്കെ ഇത്രയും കാലം ഞാൻ തന്നെയാണ് തീരുമാനിച്ചെങ്കിലേ അവന്റെ കല്യാണക്കാരവും ഞാൻ തന്നെയാ തീരുമാനിക്കാം. എന്തേച്ചാ? അത് വേറൊരു വലിയ പോയിന്റ് ആണല്ലോ. എന്തുമാത്രം പോയിന്റുകളായി വീട്ടിൽ. എന്തായാലും ഡോക്ടർ മേനോ വന്ന് ക്ഷണിച്ചതല്ലേ. ആ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് 2 ആളും കുട്ടികളെയും കൂട്ടി ഒന്നങ്ങോട്ട് പോവാ.